സമയമിതാ രൂപമായിതാ ദിവ്യദാനം നൽകുന്നു അനന്തമായി ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാരേ അനുപമ സ്നേഹ നിമിഷമിതാ അനുഗ്രഹമേകുന്നു സമയമിതാ രൂപമായിതാ ദിവ്യദാനം നൽകുന്നു അനന്തമായി ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാരേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ എന്റെ കർത്താവേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ എന്റെ ഈശോയെ, രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ യേശുവേ യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇത് കർത്താവിന്റെ സമയമാ, രക്ഷയുടെ സമയമാ. ഓരോ കുടുംബങ്ങളെയും ഈശോ ആശീർവദിക്കുന്ന സമയമാ. അവനിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് സകല രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകം പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. കർത്താവിന് വേണ്ടി നമ്മുടെ ഭവനം തുറന്നു കൊടുക്കാം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് തുറന്നു വെച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ഒറ്റ വിളിയൊന്ന് വിളിച്ചേ. യേശുവേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ എന്റെ ഈശോയെ, ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ എന്റെ കർത്താവേ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ എന്റെ കർത്താവേ, സകല ജനങ്ങളിലേക്ക് നിന്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കട്ടെ. ലോകം മുഴുവന്റെ മേലും കർത്താവിന്റെ കാരുണ്യവും കൃപയും അവിടുന്ന് വർഷിക്കട്ടെ. രോഗികളായ മക്കളെ നീ അവിടുന്ന് കാണണമേ. കുടുംബങ്ങളെ നീ അവിടുന്ന് കാണണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ നീ കാണണമേ. ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥയുള്ള കുടുംബങ്ങളെ നീ കാണണമേ. കർത്താവിന്റെ കരുണ ഈ സമയം സകല കുടുംബങ്ങളിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. ദൂരത്തിന്റെ മേലും സമയത്തിന്റെ മേലും അധികാരമുള്ള കർത്താവേ, വിദൂരങ്ങളായിരിക്കുന്ന മക്കളിലേക്ക്, അവിടെ കുടുംബങ്ങളിലേക്ക് നിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ അവിടെ സംഭവിക്കട്ടെ. നിന്റെ കരം അവിടെ നീട്ടണമേ. യേശുവേ യേശുവേ യേശുവേ. ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയ ദിവ്യ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, അനാദികാലം മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. മഹാനായ ഫുൾട്ടൻഷിൻ പറയുന്നുണ്ട്, വിവാഹമുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആശീർവാദം വേണം, ആശീർവദിക്കാൻ ക്രിസ്തു വേണം. രണ്ട് വ്യക്തികൾ തമ്മിലല്ല വിവാഹം, മൂന്നാമതൊരു വ്യക്തിയും കൂടി
അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അത് ക്രിസ്തുവിൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിനകത്ത് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കെട്ട് ലൂസായി തീരും എന്നുള്ളതാണ്. ഓരോ വിവാഹിതരായ വ്യക്തികളും തിരിച്ചറിയണം, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുക. ഈശോയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ വരെ ജീവിക്കാനുള്ള ജീവിതമാ വിവാഹ ജീവിതമെന്ന് ഓരോ ദമ്പതികളും തിരിച്ചറിഞ്ഞു. വിവാഹം എന്ന കൂദാശ ദേവാലയത്ത് വെച്ച് പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, കൂടി വന്നാൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ. എന്നാൽ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ട മുഴുവൻ ഊർജവും അഭിഷേകവും സ്വീകരിക്കുന്ന കൂദാശയ വിവാഹം എന്ന കൂദാശ. ഒരു കുടുംബ ജീവിതം എത്ര കാലമാണോ മരണം വരെ നീണ്ടു നിൽക്കേണ്ട ജീവിതമല്ലേ, ആ ജീവിതത്തിന് വേണ്ട മുഴുവൻ ഊർജവും മുഴുവൻ അഭിഷേകവും ഈ കൂദാശയിലൂടെ ദമ്പതികൾ സ്വീകരിക്കുന്നുണ്ട്. കാനായിലെ വിവാഹ വിരുന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. കുടുംബ ജീവിതത്തിൻ്റെ പാഠപുസ്തകമാണ് കാനായിലെ വിവാഹ ജീവിതം എന്നുള്ളത്. അവിടെ നാം കാണുകയാണ്, പരിചാരകർ വക്കോളം നിറച്ചു. അതിന്മേൽ ഈശോ തൊട്ട് കഴിഞ്ഞപ്പോഴാ അത്ഭുതം സംഭവിച്ചത്. പരിചാരകർ വക്കോളം നിറച്ചു. യേശുവിൻ്റെ മുമ്പിൽ ആ കൽഭരണികൾ തുറന്നു വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇത് വക്കോളം നിറച്ച ജീവിതമാ, ഇത് നീ ഒന്ന് തൊട്ടേ, ഒന്ന് ആസ്വദിച്ചേ, കുരിശ് വരച്ചേ, അത്ഭുതം സംഭവിക്കും. പ്രിയപ്പെട്ട ദമ്പതികളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സംഭവിക്കുന്ന ഇത് തന്നെയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറയണം, ഇത് വക്കോളം നിറച്ച ജീവിതമാ, കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, അത്ഭുതം സംഭവിക്കുമെന്ന്. വക്കോളം നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ പറയണം, ഞാൻ ആരാധനയിൽ മുഴുവൻ ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ജപമാലയിൽ ശ്രദ്ധയോടുകൂടെ തീഷ്ണതയോടുകൂടെ മുഴുവൻ ജപമാല ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ദേവാലയത്തിൽ ഒരിക്കലും സമയം വൈകിയിട്ടില്ല. മുഴുവൻ ദിവ്യബലിയിൽ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അടുത്തടുത്ത് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 വെള്ളിയാഴ്ചകളിൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ 5 ആഴ്ച കഴിഞ്ഞപ്പോൾ കർത്താവേ നീ എന്നെ തൊട്ടേ എന്നല്ല പറയണ്ടേ, 7 വെള്ളിയാഴ്ചകളിൽ ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. വക്കോളം നിറയ്ക്കണം. വക്കോളം നിറച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറയണം, കർത്താവേ നീ ഒന്ന് തൊട്ടേ, അത്ഭുതം സംഭവിക്കും. ഇന്ന് കർത്താവിന് എൻ്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? പകുതി ഭരണിയെ നിറഞ്ഞിട്ടുള്ളൂ, 3/4 ഭാഗം നിറഞ്ഞിട്ടുള്ളൂ. എന്നാ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറയണം, കർത്താവേ ഞാൻ വക്കോളം നിറച്ചു, മുഴുവൻ പ്രാർത്ഥിച്ചു, മുഴുവൻ ആരാധനയെ പങ്കെടുത്തു, കൂദാശകളിൽ ഞാൻ പങ്കെടുത്തു. ഇനി കർത്താവേ നീ ഒന്ന് തൊട്ടേ, നീ ഒന്ന് തൊട്ടേ, അത്ഭുതം കർത്താവ് അവിടെ പ്രവർത്തിക്കാം. വീണ്ടും കാനായിലെ കുടുംബത്തിൽ നാം കാണുകയാണ്, എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. നമ്മളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് പറയണം, കർത്താവേ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നല്ല വീഞ്ഞിൻ്റെ ലഹരി എനിക്ക് തരണമേ എന്ന്. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊന്ന് ഓർത്ത് നോക്കി, 2 പേർക്കും നല്ല വീഞ്ഞ് പരസ്പരം വിളമ്പാനുണ്ടായിരുന്നു. പരസ്പരം ക്ഷമിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുറിപ്പെടുത്താത്ത വാക്കുകൾ ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വ്യവസ്ഥകളില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ നല്ല വീഞ്ഞ് തീർന്നുപോയി. ഇന്നും ഓർക്കേണ്ട കാര്യമാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. എന്നാൽ ഓരോ ദമ്പതികളും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ നല്ല വീഞ്ഞിൻ്റെ ലഹരി എനിക്ക് തരണമേ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ആ ലഹരി തരണമേ. ഒരിക്കലും സ്നേഹം മരവിച്ച് പോകാതെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള കൃപയാണല്ലോ ആ നല്ല വീഞ്ഞ് എന്ന് പറയുന്നത്. പരസ്പരം ക്ഷമിക്കാനുള്ള കൃപയാണല്ലോ നല്ല വീഞ്ഞ് എന്ന് പറയുന്നത്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ, മുറിപ്പെടുത്താത്ത വാക്കുകൾ, ഇതൊക്കെയല്ലേ നല്ല വീഞ്ഞ് എന്ന് പറയുന്നത്. കർത്താവിനോട് പ്രാർത്ഥിച്ചു,
ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നല്ല വീഞ്ഞ് തരണമേ എന്ന്. ഇതുപോലെ തന്നെ കനായിലെ വിവാഹ വിരുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദേവാലയത്തിൽ വെച്ച ജീവിത പങ്കാളിയെ ഓരോ ദമ്പതികൾ സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവിടെ കുടുംബ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടായി, സ്വരച്ചേർച്ചയില്ലായ്മകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങൾ സ്വരച്ചേർച്ച ഇല്ലായ്മകളും ഉണ്ടാകുമ്പോൾ ദമ്പതികൾ എവിടേക്കാണ് തിരിച്ചു വരേണ്ടത്? ദേവാലയത്തിൻ്റെ പുറത്ത് വെച്ചല്ല പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ ചെയ്ത ഉടമ്പടിയ നിങ്ങളുടെ വിവാഹം. ദേവാലയത്തിൽ വെച്ച് നിങ്ങളെടുത്ത തീരുമാനമാണ് നിങ്ങളുടെ വിവാഹം. എങ്കിൽ ഇതിൻ്റെ പ്രശ്നം തീർക്കേണ്ടത് ദേവാലയത്തിൻ്റെ പുറത്ത് വെച്ചുകൊണ്ടല്ല, മറിച്ച് ദേവാലയത്തിലേക്ക് തിരിച്ചു വരണം. എവിടെ വെച്ചാണോ വിവാഹം നടന്നേ ആ ബലിപീഠത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് വരണം. കർത്താവ് ശംസിഹായിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിലേക്കോ ഡിവോഴ്സിന് മുമ്പിലേക്കല്ല നിങ്ങൾ ഓടേണ്ടത്, മറിച്ച് എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ കിട്ടിയത് ദേവാലയത്തിൽ വെച്ച. കർത്താവ് ശംസിഹായ എനിക്ക് ഈ ജീവിത പങ്കാളിയെ തന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ബലിവേദിയുടെ മുന്നിലേക്ക് നിങ്ങൾ കടന്നു വരണം. അവിടെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഓരോ ദമ്പതികളും തിരിച്ചറിയുക, ദൈവം എനിക്ക് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു തന്ന സമ്മാനമാണ് എൻ്റെ പങ്കാളി എന്നുള്ളത്. നമ്മൾ സമ്മാനം കൊടുക്കുന്നവരാ. സമ്മാനം കൊടുക്കുമ്പോൾ എങ്ങനെയാ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ നമ്മൾ മനോഹരമായി ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുക. ഇതിനുശേഷം സമ്മാനം കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യുക? ഈ വർണ്ണക്കടലാസ് പതുക്കെ പതുക്കെ പൊളിച്ചു നോക്കും. അത് തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളറിയാൻ സാധിക്കാം. ചിലപ്പോൾ ഇത് നല്ലതാകാം, ചിലപ്പോൾ ഇത് മോശമാകാം. എന്നാൽ ദൈവം നിനക്ക് തന്ന സമ്മാനമാണ് നിന്റെ ജീവിത പങ്കാളിയെങ്കിൽ ദൈവം തന്ന സമ്മാനം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മോശമായിട്ട് ദൈവം തരുമോ? ദൈവം തന്ന സമ്മാനമാ എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ ദൈവം എനിക്ക് എപ്പോഴെങ്കിലും മോശ സമ്മാനം തരുമോ? ഇല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തന്നത് എൻ്റെ ദൈവമാ. അനാദികാലം മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാ. ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച് തന്നിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നല്ലത് മാത്രമേ നമുക്ക് തരികയുള്ളൂ. ദൈവം തന്ന സമ്മാനം വലിച്ചെറിഞ്ഞെങ്കിൽ തന്നവനോട് കാണിക്കുന്ന പ്രതികാരമല്ലേ നമ്മൾ കാണിക്കുന്നത്? ഇതുപോലെ തന്നെ ഖനായിലെ വിവാഹ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരിക, നമ്മുടെ ഓരോരുത്തരെയും കുടുംബ ജീവിതം ഇത് കർത്താവ് എനിക്ക് തന്നതാ എൻ്റെ ജീവിത പങ്കാളി. ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കരങ്ങൾ സ്വീകരിക്കുവാൻ ഓരോ ദമ്പതികൾക്കും അവിടുന്ന് സാധിക്കണം. തിരുക്കുടുംബമല്ല വിവാഹ ജീവിതത്തിൻ്റെ മാതൃക, മറിച്ച് പരിശുദ്ധ ത്രിത്വമാണ്. ഹോളി ഫാമിലിയല്ല, ഹോളി ട്രിനിറ്റിയാണ് കുടുംബ ജീവിതത്തിൻ്റെ മാതൃക. ഇവിടെ നാം കാണുകയാണ് പരിശുദ്ധ ത്രിത്വത്തിൽ മ്യൂച്വൽ പ്രസൻസ് ഉണ്ട്. പിതാവ് പുത്രനിലുണ്ട്, പുത്രൻ പരിശുദ്ധാത്മാവിലുണ്ട്, പിതാവ് പരിശുദ്ധാത്മാവിലുമുണ്ട്. ഈ മ്യൂച്വൽ പ്രസൻസ് വിവാഹ ജീവിതത്തിൽ ഉണ്ടാവണം. ഭാര്യ ഭർത്താവിലുണ്ടാവണം, ഭർത്താവ് ഭാര്യയിലും ഉണ്ടാകണം. ഇതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളിൽ പൂർത്തിയാവുകയും ചെയ്യണം. പിതാവിൻ്റെ ജോലി പുത്രൻ പൂർത്തിയാക്കിയതുപോലെ വിവാഹ ജീവിതത്തിൽ ദമ്പതികളെ ഭർത്താവിൻ്റെ ആ പൂർണ്ണത എന്ന് പറയുന്നത് ഭാര്യ ആ പൂർത്തിയാക്കേണ്ട മേഖലകൾ പൂർത്തിയാക്കുമ്പോഴാ. അതുകൊണ്ടാ പറഞ്ഞു തരുന്നേ, കുടുംബ ജീവിതത്തിൽ തിരുക്കുടുംബത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ത്രിത്വം എന്നുള്ളത്. ഈ താലിയെക്കുറിച്ചും നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. താലിയിൽ കുരിശുണ്ട്. താലിയിൽ 7 മുട്ടുകൾ അല്ലെങ്കിൽ 12 മുട്ടുകളുണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? താലിയിലെ
7 മുട്ടുകളാണെങ്കിൽ കൂദാശകളെയാണ് സൂചിപ്പിക്കുന്നത്. താലിയിൽ ആ കുരിശുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ ഓരോ ദമ്പതികളും തിരിച്ചറിഞ്ഞു, ആ താലിയിൽ ക്രിസ്തുവുണ്ട്, സഭയുണ്ട് എന്നുള്ളതാണ്. എഫെസോസുകാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? അതാ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. ജീവൻ കൊടുത്തും രക്തം കൊടുത്തുകൊണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. എങ്കിൽ പ്രിയപ്പെട്ട ദമ്പതികളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വിളിച്ചിരിക്കുക. ജീവൻ കൊടുത്തും രക്തം കൊടുത്തുകൊണ്ടും ജീവിക്കാനുള്ള ജീവിതമാ ഓരോ ദമ്പതികൾക്കും യേശു തന്നിരിക്കുന്നത്. ജീവൻ കൊടുത്തും രക്തം കൊടുത്തുകൊണ്ടും എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണം. ഈ സമയം നമ്മുടെ കുടുംബങ്ങളിൽ മുട്ടുകൾ കുത്തി നിൽക്കാം. നമ്മുടെ കുടുംബത്തെ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ച് 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നുണ്ട്, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവർ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമായി തീരും. ഓ എൻ്റെ കർത്താവേ, പരിചാരകർ വക്കോളം വെള്ളം നിറച്ചു കർത്താവിന്റെ സന്നിധിയിലേക്ക് വക്കോളം നിറച്ച ആ ഭരണികൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴല്ലേ കർത്താവ് തൊട്ടത്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് കുറവുകളും പോരായ്മകളുമുണ്ട്. ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, വക്കോളം വെള്ളം നിറച്ച കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കർത്താവ് തൊടും, അത്ഭുതം സംഭവിക്കും, പുതുവീഞ്ഞിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്നേഹം മരവിച്ചു പോയ കുടുംബങ്ങൾ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കടബാധ്യതയുള്ളവർ, വിവിധങ്ങളായ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് അവിടെ നിന്ന് വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് പുതുവീഞ്ഞിന്റെ അനുഭവം കർത്താവ് തരട്ടെ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. എല്ലാവരും ചേർന്ന് ആലപിച്ചേ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. 2 കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. 127-ാം സങ്കീർത്തനം 1-ാം തിരുവചനം പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ, വിവാഹ ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കുവാൻ നല്ല വീഞ്ഞുണ്ടായിരുന്നു. എന്നാൽ ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല വീഞ്ഞിന്റെ അനുഭവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ, ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ അവിടെ നിന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, കാനായിലെ കുടുംബത്തിൽ പുതുവീഞ്ഞിന്റെ അനുഭവം നൽകിയതുപോലെ ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുറവുകളിലേക്ക് പുതുവീഞ്ഞിന്റെ അനുഭവം അവിടെ തരണമേ. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് പുതുവീഞ്ഞിന്റെ അനുഭവം തരുന്നു. നമ്മുടെ കുറവുകളെ മുഴുവൻ കർത്താവ് നിറവുകളാക്കി മാറ്റുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ,
പ്രാർത്ഥിക്കുക. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. എന്റെ ഈശോയെ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുക. എല്ലാ മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരികയും അവനോട് ചേർന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഓ എന്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരണമേ. ഈശോ കടന്നു എന്ന കുടുംബങ്ങളിലേക്ക് കുറവുകളെ മുഴുവൻ നിറവുകളാക്കി മാറ്റിയല്ലോ. കാനായിലെ കുടുംബത്തിൽ പുതുവീഞ്ഞിന് അനുഭവം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും പുതുവീഞ്ഞിന് അനുഭവം നൽകണമേ. ലാസറിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നിയെന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഈശോയെ നീ കടന്നു വരണമേ. മരണത്തിൽ ജീവനിലേക്ക് നീ അവിടുന്ന് ഉയർപ്പിക്കണമേ. എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നിയെന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും പരിശുദ്ധാത്മാവിനെ അവിടെ നൽകണമേ. സക്കേവുസിന്റെ ഭവനത്തിലേക്ക് രക്ഷ നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രക്ഷ നൽകണമേ. പത്രോസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നിയെന്ന് സൗഖ്യം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രോഗശാന്തി സൗഖ്യം നൽകണമേ. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് എല്ലാ മക്കളും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ശിരസ്നമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും